നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ പൂജ ദിവസവും രാവിലെ 4:30 മുതൽ 6 മണി വരെയാണ്. ഈ പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജനനസമയം, തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 9 നക്ഷത്രക്കാർക്ക് ഈ 2025 ശശ രാജയോഗം വരികയാണ്. ഇതിന്റെ ഫലമെന്ന് പറയുന്നത് കണക്കില്ലാത്ത സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. മറ്റൊരു സവിശേഷത, ശനിയുടെ ശുഭദൃഷ്ടി നിങ്ങളിലേക്ക് പതിയും എന്നുള്ളതാണ്. ഇത് സമ്പത്ത് അധികം കൊണ്ടുവന്നു തരും. വേദജ്യോതിഷ പ്രകാരം പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശശ മഹാരാജയോഗം എന്ന് പറയുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളുടെയും നടുവിലാണ് ഈ യോഗം സംഭവിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ യോഗം സംഭവിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ശശരാജയോഗം സംഭവിച്ച വ്യക്തിക്ക് എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും ആ സമയം ലഭിക്കുന്നതാണ്. ഇത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാനും സാധിക്കുന്നതാണ്. വളരെ കഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്നവരാണെങ്കിലും പിന്നീട് ഈ ശശ രാജയോഗം വന്നതിന് ശേഷം സമ്പന്നതയുടെ മടിത്തട്ടിലായിരിക്കും ഇവരുടെ ജീവിതം. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ആ ജീവിത കാലയളവിൽ പിന്നീട് ഇവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. ശനിദേവന്റെ പ്രത്യേക അനുഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശശ മഹാരാജയോഗം സംഭവിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് സമ്പന്നനായി ജീവിക്കാൻ യോഗമാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും ഈ സമയത്ത് സംഭവിക്കുന്നുണ്ട്. ശനിദേവനാണ് ഈ രാജയോഗം രൂപീകരിക്കുന്നത്. ഇതിന്റെ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊന്ന് നോക്കാം. അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് തുടങ്ങുന്നതാണ് ഈ ആരംഭഘട്ടത്തില്. ജാതകത്തിന്റെ യോഗബലം അനുസരിച്ച് നിങ്ങളുടെ ജാതകത്തില് ശശരാജയോഗം ഉണ്ടാകുകയാണെങ്കിൽ വേദജ്യോതിഷ പ്രകാരം ശശമഹാരാജയോഗം എന്നത് പഞ്ചമഹായോഗത്തിൽ വരുന്ന യോഗമാണ്. ഇതിൽ മുമ്പ് തന്നെ പറഞ്ഞു, ശനിയുടെ സ്ഥാനമാണ് ഇതിൽ ഏറെ നിർണായകം. ഗ്രഹനില പ്രകാരം ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ശനി കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരം യോഗം രൂപം കൊള്ളുന്നത്. പലരും ശനിയെ പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ശനിയിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല രാജയോഗങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 3 രാശിയിലുള്ള 9 നക്ഷത്രക്കാർക്കാണ്. ഇത് സംഭവിക്കാൻ പോകുന്നത് ഫെബ്രുവരി 15 തീയതി രാവിലെ 4 മണി മുതലാണ്. ശശമഹായോഗമുള്ള വ്യക്തികളിൽ ഇവർ ഉയർന്ന ജോലിയിലൊക്കെ എത്തുന്നതാണ്. കൂടാതെ രാഷ്ട്രീയത്തിലും കലാകായിക രംഗത്തുമൊക്കെ പ്രശസ്തിയിലേക്ക് ഇവർ ഉയരുന്നതാണ്. സമൂഹത്തിൽ ഇവർക്ക് സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും എല്ലാം നൽകുന്നു. കൂടാതെ ധാരാളം പണം സമ്പാദിക്കാനും ഈ യോഗം നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. ഈ യോഗം സംഭവിച്ചവർക്ക് അവരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനും അവരുടെ വഴികൾ പിന്തുടരുന്നതിനും ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ കരിയറിൽ വളരെയധികം ഉയർച്ചയും നേട്ടങ്ങളും എല്ലാം ഉണ്ടാക്കി തരുന്നു. പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് കൈകടത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ ദയയോടും സ്നേഹത്തോടും ഒക്കെ സഹായിക്കാനും കരുതലോടെയും നിങ്ങൾക്ക് അവരെ സമീപിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് ഈ യോഗമുള്ളപ്പോൾ. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അതിശക്തമാവുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ യാതൊരു തിരിഞ്ഞുനോട്ടത്തിന്റെയും ആവശ്യം ഉണ്ടാവുന്നതല്ല. വേദജ്യോതിഷ പ്രകാരം ശനിദേവൻ തുലാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അത് ശുഭകരമായിട്ടുള്ള പല ഫലങ്ങളും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ ശനിയുടെ സ്ഥാനം ഈ രാജയോഗത്തിൽ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ യോഗഫലമുള്ളവർ ധാരാളം സ്വത്ത് സമ്പാദിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ കഠിനാധ്വാനികളായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ അനുകൂലമായ മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരുപാട് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും അലസമായി ഇരിക്കാൻ താല്പര്യപ്പെടുകയില്ല. സമയനിഷ്ഠയോടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ സമീപിക്കുകയും അത് കൃത്യസമയത്ത് ചെയ്തു തീർക്കുകയും ചെയ്യുന്നതാണ്. ഇനിയും ഈ യോഗം സംഭവിച്ച രാശിക്കാർ ആരൊക്കെയാണെന്നും ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് തുലാം രാശിയിലുള്ള ചിത്തിര അവസാന അരഭാഗവും ചോതിയും വിശാഖം ആദ്യ മുക്കാൽ ഭാഗവുമുള്ള നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അടുത്ത 3 നക്ഷത്രം എന്ന് പറയുന്നത് മകരം രാശിയിലുള്ള
ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗത്ത് ജനിച്ചവർക്കുമാണ് ഈ ഭാഗ്യമുണ്ടായിരിക്കുന്നത്. അടുത്ത 3 നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം അവസാനത്തെ അരഭാഗവും ചതയവും പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കുമാണ്. ഇവർക്ക് 2025 ഫെബ്രുവരി 15 ശേഷം വളരെ ഉന്നതിയാണ് കാണുന്നത്. ഇതിനായിട്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. പ്രാർത്ഥനയില്ലാത്ത ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നതാണ്. പ്രശ്നങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.